നീ എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നേ? നിനക്ക് വല്ലതും കഴിച്ച് തടിച്ചൂടെ എന്ന ചോദ്യം നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? എങ്കിൽ അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് തലേദിവസം കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും കിസ്മിസും പിന്നെ ഡേറ്റ്സും കൂടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കേട്ടോ. അത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സിൻ്റെ കുരു കളയാൻ മറക്കല്ലേ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴം, 2 പഴം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ പഴമാണ്. നിങ്ങൾക്ക് നേന്ത്രപ്പഴം കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി വെയിറ്റ് ഗെയിന് വേണ്ടി സഹായിക്കുക കേട്ടോ. പഴം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കും കൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറു ചൂടോടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചൂടാറിയതിന് ശേഷം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം പാൽ വേണോ അത്രയും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ മധുരത്തിനായിട്ട് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം ഈന്തപ്പഴത്തിനും പഴത്തിനും ഒക്കെ മധുരമുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ പാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് അധികം തിക്നെസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്മൂത്തി. അത് വെറും സ്മൂത്തി അല്ല, വെയിറ്റ് ഗെയിൻ സ്മൂത്തിയാണ്. ഒരു 10 ദിവസം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിനുള്ള മാറ്റം നിങ്ങൾക്ക് വന്നു തുടങ്ങും. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. രാവിലെ വെറും വയറ്റ് കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും അത് കഴിച്ചാൽ മതി. അതിനുശേഷം ഇത് മാത്രം കുടിച്ചാൽ പോരാട്ടോ, നന്നായിട്ട് വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും കൂടി കഴിക്കണം.